ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. എന്റെ പേര് ഷാജി ബിബി. ഇൻഷുറൻസ് ആണ് കാറ്റഗറി. തളിപ്പറമ്പിലും പരിയാരം മെഡിക്കൽ കോളേജിലും ജംഗ്ഷനിലുമാണ് എന്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇൻഷുറൻസ് സംബന്ധമായ എല്ലാ സേവനങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ വിളിക്കാം. നമുക്ക് എച്ച് റോഡിലേക്ക് പോവാം. ഇത് എന്റെ സ്ഥാപനം പരിയാരം തളിപ്പറമ്പ്. ഇപ്പൊ പറഞ്ഞത് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്ന ടോപ്പിക്ക് നമുക്ക് സുഹൃത്തുക്കളെ എങ്ങനെ നേടാം, അതുപോലെ ആളുകളെ എങ്ങനെ സ്വാധീനിക്കാം. നമ്മളിവിടെ ഇരിക്കുന്നവരൊക്കെ ബിസിനസ് ഓണേഴ്സ് ആണ്, ബിസിനസ് ചെയ്യുന്നവരാണ്. അപ്പോ ഈ ബിസിനസ് ചെയ്യുന്നവരോട് ഇത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, കാരണം നമ്മളൊക്കെ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതൊന്ന് ഓർത്തെടുത്തുകൊണ്ട് ഒരു എച്ച് റോഡിലൂടെ പോവാം എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. അപ്പോ ഇത് ഞാൻ ഇതിന് അടിസ്ഥാനം എന്ന് പറയുന്നത് ഡെയിൽ കാർണഗെ എന്ന് പറയുന്ന, നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാവും, ഒരു അമേരിക്കൻ എഴുത്തുകാരൻ, മോട്ടിവേറ്റർ, അതേപോലെ തന്നെ കോർപ്പറേറ്റ് ട്രെയിനർ ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പുസ്തകമുണ്ട്, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒരു പുസ്തകത്തിന് അടിസ്ഥാനമാക്കിയിട്ട് അതിൽ നിന്ന് 8 പോയിന്റ്സ് നമുക്കൊന്ന് പെട്ടെന്ന് കണ്ടുപോകാം. നമ്മുടെ ഒരു ഫ്രണ്ട്സിനെ നേടണമെങ്കിൽ, അതേപോലെ നമ്മളെ ആളുകളെ സ്വാധീനിക്കണമെങ്കിൽ നമുക്ക് ഒന്നാമത് വേണ്ടുന്നത് ഡോണ്ട് ക്രിട്ടിസൈസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ വിമർശിക്കാൻ പാടില്ല. അതായത് നമ്മൾ ആരെന്ത് പറഞ്ഞാലും അവരെ വിമർശിച്ചിട്ട് അവരെ ഒരു വല്ലാത്ത രീതിയിൽ ആക്കാൻ പാടില്ല. കാരണം നമ്മളൊരാളെ വിമർശിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു ആക്രമിക്കുന്ന പോലെയാണ് അവർക്ക് ഫീൽ ചെയ്യുക. അപ്പൊ ആ ഒരു രീതിയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരോട് സഹാനുഭൂതിയോട് സ്നേഹത്തോടെയൊക്കെ പെരുമാറുക. അതാണ് ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാൻ. അടുത്തത് ഗീവ് ഹോണസ്റ്റ് ആൻഡ് സിൻസിയർ അപ്രീസിയേഷൻ. നമ്മളെല്ലാവരും ബഹുമാനവും പരിഗണനയും പ്രശംസയും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്, അല്ലെ? അപ്പോ നമ്മളെല്ലാവരുടെ വിലമതിപ്പ് അനുഭവിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഇഷ്ടമൊക്കെ സ്നേഹം ഒക്കെ പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പം മറ്റുള്ളവരിൽ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരാളിൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ അവരെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടും മാനസികമായിട്ട് തയ്യാറാക്കുക. അപ്പൊ നമ്മൾ എന്ത് കഴിവ് കണ്ടെത്താൻ പറ്റുമോ അത് ആ കഴിവ് കണ്ടെത്തുക. അതുപോലെ തന്നെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടി യാതൊരു തരത്തിലും ഒരു മടിയും കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അറൗസ് ഇൻ ദ അതർ പേഴ്സൺ ആൻഡ് ഈഗർ വാണ്ട്. നമുക്ക് ഒരു കാര്യത്തിൽ എത്രത്തോളം താല്പര്യമുണ്ടോ അതുപോലെ മറ്റുള്ള വ്യക്തികൾക്കും ചില കാര്യങ്ങളിൽ അവർക്ക് നല്ലൊരു താല്പര്യമുള്ള കാര്യങ്ങളുണ്ടാവും. അത് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് അനുസൃതമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവരോട് പെരുമാറുക. അത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ, അതായത് അവരവരുടെ ജീവിതം എങ്ങനെയാണോ അവരുടെ ലെൻസിലേക്കൂടെ നോക്കി കാണുന്നത്, അതുപോലെ നമ്മൾ അവരുടെ വ്യൂവിലേക്കൂടെ കാണണം. അപ്പൊ അങ്ങനെ കാണുമ്പോൾ അവരുടെ ഇഷ്ടങ്ങളും അവരുടെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസൃതമായിട്ട് നമ്മൾ പെരുമാറും. അങ്ങനെ പെരുമാറുമ്പോൾ അവരും നമ്മളും തമ്മിൽ നല്ല ഒരു ബന്ധം സൃഷ്ടിക്കാൻ വേണ്ടി പറ്റും. ടോക്ക് ഇൻ ടേംസ് ഓഫ് ദ അതർ പേഴ്സൺസ് ഇൻട്രസ്റ്റ്. അതായത് മറ്റുള്ള വ്യക്തികളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് സംസാരിക്കാൻ വേണ്ടി പഠിക്കും. മറ്റൊരാൾക്ക് താല്പര്യമുള്ള കാര്യങ്ങളെ കേന്ദ്രീകരിക്കുക, അവർക്ക് മൂല്യവും പ്രാധാന്യമൊക്കെ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുക. അവരുടെ മുൻകാല നേട്ടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ചോദിച്ചറിയുക. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നല്ലൊരു ബന്ധം അവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ റിമെമ്പർ നെയിംസ്. ഇതൊക്കെ ഞാനൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഇൻഷുറൻസ് മേഖലയിലൊക്കെ പരിചയപ്പെടുമ്പോൾ, പുതിയ ബന്ധങ്ങൾ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് അവരുടെ പേര് കേൾക്കും. ആ പേര് ഓർത്തു വെക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മുൻ പരിചയത്തിലുള്ള ഏതെങ്കിലും വ്യക്തിയായിട്ട് സാദൃശ്യം ഉണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യും. അപ്പൊ അവരെ പെട്ടെന്ന് ആ പേര് മറന്നുപോകാതിരിക്കും. പിന്നീട് അവരോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പേര് വിളിച്ചിട്ടോ അവരുടെ പേരിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടൊക്കെ സംസാരിക്കുമ്പോൾ അവരും നമ്മൾ തമ്മിൽ പെട്ടെന്ന് ഒരു ബോണ്ടിങ് ഉണ്ടാവും. അടുത്തത് ബിക്കം ജെന്യൂൻലി ഇൻട്രസ്റ്റഡ് ഇൻ അതർ പീപ്പിൾ. പരസ്പര ബന്ധം മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവമാണ്. നമ്മളോട് താല്പര്യം കാണിക്കുന്ന നമുക്ക് താല്പര്യമുണ്ടാവും. പൊതുവെ നമ്മളെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. നമ്മൾ മറ്റുള്ളവരെ ആവേശത്തോടെ അഭിവാദ്യം ചെയ്യും, അവരുടെ ശ്രദ്ധയോടെ കേൾക്കുകയും പുഞ്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് നല്ലൊരു ബന്ധമുണ്ടാകും. അതിൽ നമുക്കൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജവാദ്. നമ്മുടെ ചാക്കൽ ജവാദ് എന്ന് പറഞ്ഞാൽ രാവിലെ വന്നവരെ കെട്ടിപ്പിടിച്ച് പറയുമ്പോൾ അത് നമ്മൾ ഒരു എന്താ പറയാ, നമ്മളിലെ ആ ഒരു പോസിറ്റീവ്നെസ്സിനാണ് നമ്മളെപ്പോഴും ഒരു സ്വീകാര്യത അവിടെ തരുന്ന ഒരു നല്ലൊരു വ്യക്തിത്വമാണ്. അപ്പൊ ഞാൻ ഈ 6ാമത്തെ പോയിന്റിന്റെ സ്ലൈഡ് ഉണ്ടാക്കുന്ന സമയത്ത് ജവാദിനെയാണ് എനിക്ക് ഓർമ്മ വന്നത്. രാവിലെ വന്നവിടെ അഭിവാദ്യം ചെയ്യും, കെട്ടിപ്പിടിക്കും, സ്നേഹത്തോടെ സംസാരിക്കും. അപ്പൊ അതൊരു നല്ല ക്വാളിറ്റിയാണ്. അപ്പൊ നമുക്ക് മാതൃകയാക്കാൻ നമ്മുടെ കൂടെ തന്നെ ആളുണ്ട്. അവോയ്ഡ് ആർഗ്യുമെന്റ്സ്. അതായത് വാഗ്വാദങ്ങൾ. നമ്മൾ ആരുമായിട്ട് വാഗ്വാദങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. നമ്മളിപ്പോ ഒരാളായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെടുന്ന സമയത്ത് നമുക്ക് താൽക്കാലികമായിട്ട് അവരുടെ ഒരു വിജയം നമ്മൾ കാണും ചിലപ്പോൾ. അപ്പൊ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഞാൻ അയാളുടെ വിജയിച്ചു. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു താൽക്കാലികമായ വിജയത്തിന് വേണ്ടിയിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ആ ഒരു ബന്ധം എന്നേക്കുമായി ചിലപ്പോൾ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് വരുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, ക്ഷമിക്കുക.
സമചിത്തത പാലിച്ചിട്ട് നമ്മൾ ആ സാഹചര്യത്തിന് ഒഴിവാക്കാം. എന്നിട്ട് നല്ല രീതിയിൽ ആ ബന്ധത്തിന് സൂക്ഷിച്ചു കൊണ്ടുപോകാം. ബി എ ഗുഡ് ലിസണർ. നമ്മൾ എപ്പോഴും നല്ലൊരു കേൾവിക്കാരനാണ്. ഒരു കേൾവിക്കാരന് മാത്രമേ മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും മറ്റുള്ളവരുടെ സ്വീകാര്യതയും കിട്ടുള്ളൂ. നമ്മൾ കേൾവിക്കാരനാവണം എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അത് ഓർമ്മിക്കാൻ വേണ്ടി ചിന്തിക്കാൻ വേണ്ടിയിട്ട് എന്താ വേണ്ടി വെച്ച് കഴിഞ്ഞാല് നമുക്ക് 2 ചെവിയുള്ളത് അല്ലെ. നമുക്ക് സംസാരിക്കാൻ ഒറ്റ വായല്ലേ. അപ്പൊ നമുക്ക് കൂടുതൽ കേൾക്കണം. 2 ചെവിയില്ലേ. അപ്പൊ നമ്മൾ കൂടുതൽ കേൾക്കുക, കുറച്ച് സംസാരിക്കുക. ബി എ ലിസണർ. അത് ഒരു നേട്ടമായിരിക്കും. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതൊക്കെ എല്ലാവർക്കും വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ എല്ലാവരും ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി അതിനെ റിവൈൻഡ് ചെയ്ത് നിങ്ങൾ ഇനിയും ഇതേപോലെ ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ബന്ധം നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും എന്ന് ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഷാജി.